പത്തരമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ നയനയും ആദർശിനെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ നയനയ്ക്കാണെങ്കിൽ നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സങ്കടമായിട്ടൊക്കെ നമ്മളെ നയനയും ആദർശം റൂമിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സത്യം അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നയന പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എല്ലാവരും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നയന പറയുന്നുണ്ട്, ഇപ്പം എന്നെയാണ് ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആദർശേട്ടൻ അത് കേട്ടോണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും ആദർശേട്ടനെ കുറ്റപ്പെടുത്തി ആരും സംസാരിച്ചാലും എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ എൻ്റെ ചേച്ചിയാണെങ്കിൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് നമ്മൾ നയനയാണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശമാണെങ്കിൽ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കും, നീ എവിടെ പോകുമെന്ന് ചോദിക്കുമ്പോൾ പറയും, അത് എനിക്ക് വീട്ടിലൊന്ന് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പം ഇത് പുറത്ത് കൊണ്ടുവന്നത് അനാമികയല്ലേ, അല്ലാതെ അബിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കഷ്ടം ഇപ്പോഴും അബിയെ വിശ്വസിച്ച് നിൽക്കുക, എന്താ ചെയ്യാനാ? എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അബിയല്ലേ, അപ്പം നീ ഇപ്പോൾ ഇത് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിൻ്റെ ചേച്ചിയുടെ ജീവിതം തന്നെയല്ലേ നശിച്ച് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നയനയ്ക്കാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല. നയനയ്ക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. കാര്യം നയനയ്ക്കാണെങ്കിൽ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നയനയ്ക്കാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ലല്ലോ. നയന പറയുന്നുണ്ട്, ആദർശേട്ടനെ ആണെങ്കിൽ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്തും ഇവിടെ ഇതിൻ്റെ യഥാർത്ഥ പ്രതിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ടെല്ലാം അവന് നല്ല ചിരിച്ചും നല്ല എല്ലാം കണ്ടും നല്ലതുപോലെ അവനിവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനം എന്തായാലും ആക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ പുറത്തോട്ട് പോകുന്ന സമയത്ത് ആദർശ് ചോദിക്കും, നീ എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ പറയും, ഞാനൊന്ന് അച്ഛനെയും അമ്മയും ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അവരുടെ അടുത്ത് ഇതൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് തടയുന്നുണ്ട്. അപ്പോൾ എന്നെ ആദർശിടം തടയണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനെയും അമ്മയും കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുക കേട്ടോ. അങ്ങനെ നമ്മൾ നയന നേരെ വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇപ്പോൾ എന്തെല്ലാം പഴികൾ കേൾക്കേണ്ടി വരുന്നത്. പിന്നെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങുന്ന സമയത്താണെങ്കിലും മീഡിയക്കാരാണെങ്കിലും പത്രക്കാരാണെങ്കിലും ആദർശേട്ടനെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടികളും അവരടുത്ത് പറയേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനെ പറയുന്നുണ്ട്, അപ്പം ചിലർ പെണ്ണ് പിടിയെന്ന് വരെ പറയാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനിയും ഈ സത്യം ഇങ്ങനെ മൂടി വെച്ചാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട്, പുറത്തുള്ളവരുടെ കാര്യം പിന്നെയും സഹിക്കാം, വീട്ടിലുള്ള ചേച്ചിയുടെ കാര്യമാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ചേച്ചിയുടെ ഓരോ വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും തിരിച്ച് മറുപടി പറയാതിരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറയുകയാണ്. നയന പറയുന്നുണ്ട്, എന്തായാലും വീട്ടിലെങ്കിലും ആദർശേട്ടനൊന്ന് തലയുയർത്തി നിൽക്കണം, അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഗോവിന്ദനാണെങ്കിൽ കനകയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അനിയന്മാർക്കൊക്കെ നമുക്കൊരു സഹായമൊക്കെ ചെയ്യാം, പക്ഷേ ഇതെന്തായാലും കുറച്ച് കൂടി പോകുന്നുണ്ട്. എന്തായാലും നീ തന്നെ എല്ലാ കാര്യങ്ങളും നവ്യയെടുത്ത് ഇങ്ങനെ പറയണമെന്നൊക്കെ പറയുവാണേ. അങ്ങനെ കനക പറയുന്നുണ്ട്, ഇപ്പോൾ അവൾക്കൊരു പരാതിയും കൂടെ ഉണ്ട്. അവരിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനാണെങ്കിൽ പിന്നെ അഭിയെടുത്താണെങ്കിൽ വലിയ രീതിയിലൊന്നും പെരുമാറുന്നില്ല, പിന്നെ അവരെ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതേസമയം ആദർശനെ ഞാനെടുത്ത് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുന്ന പരാതികളെന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം നവ്യ അറിയട്ടെ, എന്തായാലും ഇനി അത് മൂടി വെച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല, അപ്പം നീ അവളെ കൂടെ ചെല്ലാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കനക പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാനിപ്പോൾ റെഡിയായിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക. അങ്ങനെ കനക അങ്ങ് പോയി കഴിയുമ്പം നമ്മളെ നയനയെടുത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞതിന് ശേഷം നവ്യയ്ക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ നവ്യ അങ്ങ് പോന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് കണക്കൊരു ക്രിമിനലിനെ ഞാൻ ഇതുവരെയ്ക്കും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അബി ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കൂളായിട്ട് അബി അവിടെ നിൽപ്പുണ്ടല്ലോ. അങ്ങനെ അതിനുശേഷം നമ്മൾ പിന്നെ നയനയും കനകയും കൂടെ അനന്തപുരിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ നന്ദു വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ കനകയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദു പറയും, അത് ശരിയാണ്, എന്തായാലും ഇത് മുമ്പേ ചെയ്യാനുള്ളതായിരുന്നു എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ കുടുംബത്തിൽ കലഹങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദർശേട്ടൻ ഒരുപാട് സഹിച്ചിട്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലയെന്നിങ്ങനെ പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആദർശൻ, എന്തായാലും ആ മനസ്സ് കാണാതെ പോവല്ലേ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, അതിപ്പം നമ്മളും അങ്ങനെയൊക്കെയാണല്ലോ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ആവുമെന്നൊക്കെ ഉള്ള വിചാരിച്ച് നമ്മളിരുന്നു, എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനിയിപ്പോൾ എല്ലാവരും അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയും അബിയെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കനക പറയുന്നുണ്ട്, എന്തായാലും അവിടെ പോയി പറയുന്ന സമയത്ത് അവളിനി എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ഒരു പേടിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു ഒക്കെ ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ ധൈര്യമൊക്കെ കേട്ടിട്ട് നമ്മൾ
കനകയും നയനയും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അനന്തപുരിയിലേക്ക്. ആ സമയത്താണെങ്കിലും നമ്മളെ ഗോവിന്ദനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നയന മോളെ സൈഡാണ്, എന്തായാലും ഇനിയും ആദർശനെ ആരും അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരവിടെ പോയി സംസാരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു പറയുന്നുണ്ട്, ശരിയാഴ്ച എന്തായാലും അനാമിക കയറിയിരുന്ന് ഓരോന്നൊക്കെ വിളിച്ച് പിന്നെ പറയുന്നതിൽ ഇപ്പം ഓരോ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആദർശനല്ലേ എന്ന് പറയും. നമ്മളെ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി ഉൾക്കൊള്ളുന്നെങ്കിൽ ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് ആ അബിയെ എൻ്റെ കയ്യിലൊന്ന് കിട്ടാൻ, എന്നിട്ട് വേണം എനിക്ക് 4 പോലീസ് സ്റ്റേഷനിലിട്ട് അവനിക്ക് 4 കൊടുക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണിക്കുന്നത് നമ്മളെ ജാനകിയും ജലജയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ നയനയും കനകയും കൂടെ അനന്തപുരിയിലോട്ട് വരുന്ന സമയത്ത് ഇവരവിടുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്ന കാര്യം അനാമികയുടെ കാര്യമാണ് പറയുന്നത്. അനാമിക എന്തായാലും ചാനലിൽ പറഞ്ഞത് എന്തായാലും ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു കുറവുമില്ല എന്നൊക്കെ പറയുക. ജലജ പറയുന്നുണ്ട്, എന്തായാലും ഇതൊരു ജയിലാന്നൊക്കെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ജാനകി പറയുന്നുണ്ട്, അതെന്താ പറഞ്ഞത് സത്യം തന്നെയല്ലേ, ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ഏട്ടന്മാരെയൊക്കെ ഭരണവും അവർ പറയുന്നതൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ജലജ കാണുന്നുണ്ട്, നമ്മളെ കനകയും നയനയോടെ കയറി വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ജലജ പറയുന്നുണ്ട്, ഒരുത്തിരെ ശല്യം കുറച്ച് നാളുകൊണ്ടില്ലായിരുന്നു, ഇപ്പോൾ പോയി അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ജലജ ആണെങ്കിൽ ഒരുമാതിരി കളിയാക്കുന്ന കണക്ക് ചോദിക്കുന്നുണ്ട്, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ലേന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നയന പറയും, അച്ഛൻ വീട്ടിലുണ്ട്, പോയി കാണണമെങ്കിൽ പോയി കണ്ടോളാൻ പറയും. അപ്പോഴത്തേക്കും നമ്മളെ പിന്നെ ജലജ പറയോ, കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ജലജയാണെങ്കിൽ നമ്മളെ കനകയെടുത്ത് ചോദിക്കും, എന്തായാലും കനക പെൺപിള്ളേരെ ഇങ്ങനെ കയറൂരി വിടരുതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കനക ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ എവിടെ കയറൂരി വിട്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുത്തി കയറി ഇരുന്ന് ചാനലിലിരുന്ന് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, ചാനലിൽ കയറി ഇരുന്ന് വിളിച്ച് പറയുന്നതൊക്കെ എല്ലാം സത്യമാവണമെന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ കനക ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജാനകി പറയുന്നുണ്ട്, എന്തിനാ എൻ്റെ മരുമോളെ പറയുന്നത്, എൻ്റെ മരുമോൾ നല്ലൊരു കുട്ടിയാന്ന് പറയും കേട്ടോ, നിൻ്റെ ഈ നിൽക്കുന്ന മോളുണ്ടല്ലോ അവൾക്ക് അപാര ബുദ്ധിയാന്ന് പറയും. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് എൻ്റെ മരുമോളെ പുറത്താക്കാൻ വേണ്ടിയൊക്കെ എന്തെല്ലാം പണികൾ ഇവിടെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കനകയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇവിടെ വല്ല കല്യാണ ആലോചനയായിട്ട് വന്നതാണോ, ഇപ്പം എന്തായാലും 2 മക്കളെ എന്തായാലും ഇങ്ങോട്ട് വിട്ടല്ലോ, ഇനിയിപ്പോൾ അടുത്ത മൂന്നാമത്തെ ഒരാളെയും കൂടി ഇങ്ങോട്ട് വിടാൻ വേണ്ടിയുള്ള വല്ല കല്യാണ ആലോചനയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കനക പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് മുമ്പേ ആവായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കനക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇവിടുത്തെ അനിയും മോളുമായിട്ടുള്ള വീഡിയോ ഒക്കെ വന്നായിരുന്നല്ലോ ഒരുപാട്, അതൊക്കെ കണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നയന പറയുന്നുണ്ട്, ആ വീഡിയോയുടെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, അതെല്ലാം ഒപ്പിച്ച് വെച്ചത് ഇങ്ങനെ അനിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജാനകി പറയുന്നുണ്ട്, നിൻ്റെ മോൾക്കാണെങ്കിൽ അപാര ബുദ്ധിയാണ് കേട്ടോ, നിൻ്റെ മോള് കാരണമാണ് എൻ്റെ മരുമോൾ ഇവിടുന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ ഏട്ടത്തിക്കാണെങ്കിൽ നിൻ്റെ പിന്നെ മോള് കരളും ഒക്കെ കൊടുത്തിട്ട് ഏട്ടത്തെയും കൂടെ ഇപ്പോൾ വശത്താക്കി വെച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ വശത്താക്കി വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ട് ഓരോരുത്തർ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബുദ്ധിയും വെച്ചിട്ട് ഇനി എന്തായാലും നിൻ്റെ ഇളയ മോളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണാന്തര ചടങ്ങ് നടത്തിയിട്ട് മതി, അത് ഞാൻ എൻ്റെ മോൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജാനകി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജ പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. ജലജ പറയുന്നുണ്ട്, ഒരുത്തൻ്റെ പ്രവൃത്തി കൊണ്ട് ഇവിടെ ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും, പക്ഷേ എന്നിട്ടും അവനെ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നയന പറയുന്നുണ്ട്, എല്ലാവരും തെളിഞ്ഞൊക്കെ ആദർശേട്ടനെ കുറ്റം പറയുന്നുണ്ടല്ലോ, എന്തായാലും അതിന് ഇന്നത്തോടെ ഒരു അവസാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നയന. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ പിന്നെയും കുറേയൊക്കെ അവിടെ നിന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അവരടുത്ത് പറഞ്ഞിട്ട് നമ്മളെ ജലജ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ കനകയെടുത്ത് ചോദിക്കും, കണ്ടില്ലേ അമ്മ, ഇതാണ് ആദർശേട്ടൻ്റെ ഈ വീട്ടിലെ അവസ്ഥ, ഈ വീട്ടിലെങ്കിലും ആ മനുഷ്യന് ഒരു മനസ്സമാധാനം വേണ്ടേ അമ്മേ, അതുകൊണ്ട് അമ്മ പോയി ചേച്ചിയെടുത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ പറയും. അപ്പോഴത്തേക്ക് കനക പറയും, മോളെ എനിക്ക് പേടിയാണ്, അവളെ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നയന പറയും, എങ്ങനെ പ്രതികരിച്ചാലും കുഴപ്പമില്ല അമ്മേ, എന്തായാലും അമ്മ പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അമ്മ വെറും ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ കിടന്ന് അനുഭവിക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കനക വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ നവ്യയെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയെടുത്ത് ചെല്ലുന്ന സമയത്ത് നവ്യ ആണെങ്കിൽ അവിടെ കുഞ്ഞിൻ്റെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നവ്യ ആണെങ്കിൽ കനകയെ കണ്ട് അമ്മയെന്നും പറഞ്ഞ് കെട്ടിയൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എപ്പോൾ വന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, ഞാൻ കുറച്ച് നേരമേ വന്നിട്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നയന വീട്ടിൽ വന്നപ്പോൾ നയനയുടെ കൂടെ ഞാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടെ നടന്ന പുകലുകളൊക്കെ അമ്മ അറിഞ്ഞോ, ഇതിനൊക്കെ ഇവിടെയുള്ള ഒരുത്തിയാണെങ്കിൽ ചാനലിൽ കയറി എന്തെല്ലാം വിളിച്ച് പറയുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്.
എന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ടനെ കാരണം ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുക. ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമോൻ എന്തെന്ന് ചോദിക്കുമ്പോൾ പറയും മോനാണെങ്കിൽ മുത്തശ്ശിയെടുത്ത് ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂടെ കാണാൻ വേണ്ടിയാണ് ഓടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കനക നന്ദുവിൻ്റെ മുഖത്തും ചെളിവാരി എറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് നല്ലൊരു കല്യാണ ആലോചനയൊക്കെ വരുമോ അമ്മേ, വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ പ്രശ്നമാകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് കനക പറയും മോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, നമ്മളെ നന്ദൂട്ടനെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ അന്ന് അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം ആദർശ് ചെയ്ത അതേ കാര്യങ്ങൾ പിന്നെ അഭിയാണ് ചെയ്തിരുന്നെങ്കിലും നിലപാട് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നയനെ ആയപ്പോഴത്തേക്ക് പക്വതയോടെ കൂടെ തന്നെ ആദർശിൻ്റെ കൂടെ നിന്ന് ആദർശിന് സപ്പോർട്ടായിട്ടൊക്കെ നിന്നിരുന്നല്ലോ. അപ്പം മോളായിരുന്നെങ്കിൽ എന്ത് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട് അത് അവൾക്ക് തലയ്ക്ക് വെളിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാനായിരുന്നെങ്കിൽ ഈ ഒരു വിവാഹ ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കും. പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എന്തായാലും കൊല്ലാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനാണെങ്കിൽ അവനെയും അവൻ്റെ ആ കുഞ്ഞിനെയും ഞാൻ ഇല്ലാതാക്കിയേനെ എന്നൊക്കെ പറയുവാണേ. അപ്പോഴേ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ തന്നിട്ട് ഞാൻ എൻ്റെ ജീവിതവും കൂടെ ഞാൻ ഇല്ലാതാക്കിയേനെ. എന്തിനാ അമ്മേ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായ ഒരാളെ കൂടെ പിന്നെ നമ്മൾ ജീവിക്കേണ്ട കാര്യമുണ്ട്, അത്രയ്ക്കും ഒന്നും അങ്ങനെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കനകയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ കനക ചോദിക്കുന്നുണ്ട് മോളെ നീ അങ്ങനെയൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്. നവ്യ പറയുന്നുണ്ട് അമ്മ പിന്നെ ഇങ്ങനെ മാനമില്ലാതെ എന്തിനാ അമ്മ ജീവിക്കുന്നത്, കല്യാണത്തിന് മുമ്പ് ഭർത്താവിനൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നമ്മളങ്ങനെ ജീവിക്കുന്നത്, അതിലും ഭേദം നമ്മൾ മരിക്കുന്നത് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ കനകയാണെങ്കിൽ ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, ഒന്നും പറയുന്നതും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളെ കനക പറയുന്നുണ്ട് അല്ല അമ്മ ചോദിച്ചതല്ല, മോക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മോൾ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ അമ്മ ചോദിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നവ്യ പറയുന്നുണ്ട് ഈ ഒരു കാര്യം തന്നെ അമ്മേ ഞാനാണെങ്കിൽ നയനയെടുത്തും എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണെന്ന് പറയുകയാണ്. നവ്യ പറയുന്നുണ്ട് ഇത് തന്നെ ഞാൻ അവളടുത്ത് പറയുന്നത്, അവളല്ലേ ഇവിടെ കടിച്ചു പിടിച്ച് കിടക്കുന്നത്, ഞാനായിരുന്നെങ്കിൽ എന്നേ ഇവിടെ നിന്ന് ഇറങ്ങി പോയേനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ വന്നാൽ നമ്മളെ കനകയാണെങ്കിൽ ഒന്നും പറയുന്നില്ല, കനകയാണെങ്കിൽ പേടിച്ച് അങ്ങ് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ താഴെയാണെങ്കിൽ നമ്മളെ ദേവയാനിയാണെങ്കിലും പിന്നെ അതുപോലെ നമ്മളെ നയനെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നയനെ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ കനകയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ദേവയാനടുത്തും നയനടുത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നുണ്ട് അവളെന്തായാലും പറഞ്ഞത് എന്തായാലും നിസ്സാരമായിട്ട് ഉള്ള കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, പക്വതയായിട്ടുള്ളൊരു കാര്യങ്ങളും അവൾ ചെയ്യത്തില്ല എന്നുള്ള കാര്യമൊക്കെ നിനക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടേ. അതുമല്ല അവൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവൾ സ്വയം ജീവൻ എടുക്കുകയും ചെയ്യും, ആ കുഞ്ഞിനെയും അവനെയും കൊല്ലുമെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ദേവയാനിയാണെങ്കിലും നയനയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദേവയാനി പറയുന്നുണ്ട് ഇതിനു മുമ്പ് അവൾ ഇതേ സംഭവം തന്നെ നമ്മളെ നയനടുത്തും പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇനി അങ്ങനൊരു സംഭവം ഇനി കുടുംബത്തിൽ സംഭവിച്ചാൽ അതും ഇനിയിപ്പോൾ ഒരു നാണക്കേടാവത്തില്ലേ, പിന്നെ അതിനും ഒരു പേരുദോഷമൊക്കെ വരുമല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല, ആദർശിൻ്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല, എന്തായാലും നമുക്ക് എല്ലാവർക്കും അതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ദേവേനി പറയുന്നുണ്ട് എന്തായാലും പിന്നെ പുറത്തിറങ്ങുമ്പോഴുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ പിന്നെ കുഴപ്പമില്ല, ഇപ്പോൾ ചാനലുകാരല്ലേ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അവരൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പം ഇതിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ അവരങ്ങ് നിർത്തിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാലും അതിനും പിന്നെ ചാനലുകാർക്ക് തന്നെ ഒരു വാർത്തയായിട്ട് അവർക്കും കിട്ടത്തില്ലേ എന്നൊക്കെ, അതും അവരതുകൊണ്ട് അവർ ആഘോഷിക്കുമെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ നയന പറയുന്നുണ്ട് ആദർശേട്ടൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ, ഇതിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷമിച്ചിട്ട് ഇപ്പം അവരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു മൂന്നേരം കൊണ്ടൊക്കെ ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുകയാണ്. ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.